ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാർക്ക് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാർ. മുടപ്പത്തൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീലൈൻസ് ബസ്സിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ രക്ഷകരായി മാറിയത്. ഇവർ ഈ ബസ്സിൽ തന്നെ യാത്രക്കാരിയെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുകയായിരുന്നു. രക്ഷകരായി മാറിയ ആ ബസ് ജീവനക്കാർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് നമ്മൾ 6:05 തലശ്ശേരി നടക്കുന്ന ട്രിപ്പായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കും, 3-ാം മൈലിന് ഈ ലേഡി കയറി ഏകദേശം ഒരു 4 എത്തുമ്പോൾ ഈ സീറ്റിലാണ് ഇരുന്നത്. അപ്പൊ ഈ സീറ്റിൽ നേരെ താഴേക്ക് വീഴുന്നു. അതിനുശേഷം നമ്മളെ എണീച്ച് മൂത്തൊക്കെ അടിച്ചേരം ഒരു ഉണർവ് വന്നേരം പറഞ്ഞു ഉച്ചക്കൊന്നും കഴിച്ചില്ല, വെസ്റ്റെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് കുറച്ച് കഴിക്കേണ്ട ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നേരം വീണ്ടും പേടി താഴേക്ക് വീണ സമയത്ത് പിന്നെ ഫുള്ള് ബോധം കെട്ട അവസ്ഥയിലാക്കി. വിളിച്ചിട്ട് എണീക്കുന്നില്ല, കാര്യങ്ങളാക്കുന്നില്ല, എന്താ പറയാ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് യാത്രക്കാരെല്ലാവരും പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് കാണിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മള് പൊന്നി റോഡ് ഒരു ക്ലിനിക്ക് കാണിച്ചു. അപ്പൊ ക്ലിനിക്ക് കാണിച്ചാലും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ സീരിയസ് ആണ്, നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ യാത്രക്കാർ കുറെ ചേച്ചിമാരെല്ലാം വന്ന് പിന്നെ വീണ ചേച്ചി കുറെ സഹായം ചെയ്ത് കൊടുത്ത്. അപ്പൊ നമ്മളെന്ത് ചെയ്ത് ആരെയൊന്നും കയറ്റാണ്ട് നേരെ ഇവിടെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഉത്തരമ്പേക്ക് വരെ ചെയ്ത്. ഇന്നലെ പിന്നീട് അവരെ ബന്ധുക്കളൊക്കെ എങ്ങനെയാണ്? ബന്ധുക്കൾ നമുക്കൊരു വിവരമില്ല, ഫോണില്ല, കയ്യിലൊന്നുമില്ല, ഒരു കവറ് മാത്രമേ ഇല്ലായിരുന്നു. നമുക്കറിയാൻ പറ്റിയ ഇവിടുത്തെ തമിഴ്നാട് നടന്മാരെ ആക്കി വെറുക്കുന്ന ഒരു പെണ്ണുങ്ങളാന്ന് പറഞ്ഞേ. ഓണർ വന്നിട്ടാണോ ഈ ബന്ധുക്കളെ? നമ്മള് വരുമ്പോ നമ്മളെ മുതലാളിനെ വിളിച്ച മുതലാളി വന്ന് ഹോസ്പിറ്റലിൽ വന്ന്. അപ്പൊ മുതലാളി അവിടെ സംസാരിച്ച് നോക്കുമ്പോ ഇത് സ്ത്രീയൊക്കെ ഉണർവ് വന്നേരാന്ന് നമ്പർ കിട്ടിയാലും കോണ്ടാക്ട് ചെയ്തേരോ ഇങ്ങനെ ഇവിടെ പാനൂർ ആ സൈഡ് ഏരിയയിലുള്ള ഒരു ലേഡിയാണ്, ദൂരെ നിന്ന് വന്നത്, ആക്കുകയെല്ലാം പെറുക്കി ജീവിക്കുന്ന പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഇവിടെ കണ്ണൂരാ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്നാ പറഞ്ഞേ. അതിന്റെ വിവരം നമുക്കതിന് കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സമയം ഞാൻ കാണുമ്പോൾ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ കിടന്നിട്ടുള്ളേ. അപ്പോ നമ്മളൊരു കൂടപ്പുറപ്പിന് എന്തോ പറ്റിയ പോലത്തെ ഒരു തോന്നല് മനസ്സിൽ. യാത്രക്കാരെല്ലാവരും സഹകരിച്ചില്ല, എല്ലാവരും കുട്ടികളടക്കം എല്ലാവർക്കും എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങേണ്ട ആളുണ്ട്. കഥൂർന്ന് പോയിട്ട് ആരും ഇറങ്ങിയില്ല, എല്ലാവരും നേരെ ആശുപത്രിയിലേക്ക് വരികയില്ല. വേഗതയിൽ വരേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഈ മറ്റുള്ള വണ്ടിക്കാരെല്ലാം നിങ്ങൾ മത്സരവട്ടം പോലെ കണ്ടിട്ട് സഹകരിക്കാതെ നമ്മള് ലൈറ്റ് വിട്ട് ഓണടിച്ച് പിടിച്ചിട്ട് സൈഡുകളിലും പെണ്ണുങ്ങളടക്കം ബോഡിക്കെല്ലാം മുട്ടിയിട്ട് യാത്രക്കാരടക്കം മുട്ടിയിട്ട് വാഹനത്തിനെ സൈഡാക്കുന്നുണ്ട്. പരമാവധി വേഗത്ത് വന്നിന് ജീവൻ രക്ഷിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനത്തെ ഇതുവരെ ഉണ്ടല്ലോ. ഞാനിപ്പോ ഈ ബസ്സിൽ തന്നെ ഒരു 10 രൂപത്തിന് മേലെ ഈ ബസ്സിൽ തന്നെ പറയാനുള്ളതാണ്. ഇപ്പോ അവർക്ക് സുഖമായി എന്ന് പറഞ്ഞാലുള്ള ഒരു സന്തോഷം അത് തന്നെ. ജീവൻ രക്ഷിക്കാന്നുള്ള ഒരു ഇത് മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ സമയം നോക്കില്ല, ട്രിപ്പൊന്നും നോക്കിയില്ല. തുടങ്ങി യാത്രക്കാരെ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങണ്ട, പാസഞ്ചർ എല്ലാവരും ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ അവരെല്ലാരും കൂടിയാണ് ആ സ്ത്രീനെ അവിടെ നോക്കിയതല്ല കാര്യം ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അവരെ ഫുൾ സപ്പോർട്ട്. അപ്പൊ എന്താ തോന്നിയ ഈ സമയത്ത്? കാരണം സാധാരണ എപ്പോഴും ചീത്ത കേൾക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നിങ്ങൾ സ്വകാര്യ ബസ് ജീവനക്കാർ. ഇന്നലെ എന്താ പറയാ, നമുക്ക് നമ്മളെ ഒരു എന്താ പറയാ ഒരു അമ്മേനെ പോലത്തെ ഒരു സ്ത്രീ ഇങ്ങനെ വീണ് കിടക്കും, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ജീവനല്ലേ വലുത്, നമ്മളെ ഒന്നും തീരില്ല. എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു എങ്ങനെ കുറെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറെ പാസഞ്ചർ നമ്മൾ നല്ലോണം സഹായിച്ചു. എന്ന് വെച്ചാൽ വണ്ടിക്ക് ബോഡിക്കെല്ലാം തട്ടി സൈഡ് നിൽക്കുക, എല്ലാവരും ലേഡീസ് അടക്കം ഫ്രണ്ടിൽ നിന്ന് ലേഡീസ് എല്ലാം ഫ്രണ്ടിൽ നിന്ന് വണ്ടി മാറി ജീവൻ രക്ഷിക്കാനാ പറഞ്ഞ്. ഇത് നമ്മൾ അവിടെ ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പോയി അവിടെ നിന്ന് നിയന്ത്രിച്ച് നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ കയറി. ട്രിപ്പ് മുടങ്ങിയോ അല്ലെങ്കിൽ മുതലാളി വന്നിട്ടാണോ മറ്റുള്ള കാര്യങ്ങൾ? നമ്മൾ വരുന്ന വഴിക്ക് മുതലാളി വിളിച്ചു. അപ്പോൾ മുതലാളി ആ സമയം തന്നെ ഹോസ്പിറ്റലിൽ എത്തി. മുതലാളി അപ്പോൾ അവിടെ എത്തി നമ്മൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങളാക്കി ഡോക്ടറെ കാണിച്ച് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ മുതലാളി പറഞ്ഞ് നിങ്ങൾ പോട്, കുഴപ്പമില്ല, നമ്മൾ ട്രിപ്പൊക്കെ മുടങ്ങി, അതൊന്നും വിഷയമൊന്നുമില്ല. അപ്പോൾ 3 പേർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ക്യാമറമാൻ രജിത്ത് വലിയൂരിനൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.